പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രധാനപ്പെട്ട ചില നോട്ടിഫിക്കേഷൻസുകൾ വരുമെന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരുന്ന ഒന്നാണ് വനിതകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഗസറ്റഡ് തസ്തികയായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ അഥവാ CDPOയുടെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം. നമ്മൾ ഉടൻ തന്നെ വരുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേഷൻ കേരള PSC തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു. മെയ് 11 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിനകത്ത് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ചില തസ്തികകളുടെ കാര്യത്തിനകത്ത് ഡയറി ഡെവലപ്മെന്റ് വകുപ്പിൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 2, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, വനിതാ ശിശു വികസന വകുപ്പിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ, വനിതകൾക്ക് മാത്രം. ആ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ PSC പുറത്തുവരുത്തും. PSC യോഗ തീരുമാനം വന്നിരിക്കുന്നു. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം തന്നെ അത് വരും, ഈ വർഷം തന്നെ അതിന്റെ എക്സാം ഉണ്ടാവും എന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തിന്റെ എൻഡിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വനിതകളായിട്ടുള്ള ആളുകൾക്ക് അല്ലെ ആ ക്വാളിഫിക്കേഷനുള്ള 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിൽ PG ഉള്ളവർക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റും. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർക്കുള്ള അവസരം വന്നെത്തിയിരിക്കുന്നു. CDPO ICDSന്റെ സമാനമായിട്ടുള്ള വേറൊരു ഏരിയ ICDSന്റെ എക്സാമിൽ ആദ്യ 10ൽ 7 റാങ്കും നേടിയത് എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിലും നമ്മൾ മികച്ച വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ CDPOയ്ക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ എൻട്രി തന്നെയാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ. എത്രയും പെട്ടെന്ന് എൻട്രിയുടെ CDPO കോഴ്സിൽ ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് PSC സൈറ്റിൽ വരും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൺ ആവുകയും ചെയ്യും. സോ നമുക്ക് ഈ വരുന്ന ദിവസം ഇപ്പോൾ ജൂണിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡിസംബറിന് മുമ്പായിട്ട് തന്നെ എക്സാം പ്രതീക്ഷിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് വരാനുള്ള അവസരത്തെ അതിനെ പ്രയോജനപ്പെടുത്തുക. അത് ഗസറ്റഡ് റാങ്കിലേക്കാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത് കൂടി അവിടെ വലിയ ഇമ്പോർട്ടൻസോട് കൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി ഒക്കെയുള്ള ഒരു പോസ്റ്റ്. നല്ല രീതിയിൽ പഠിച്ചാൽ, വനിതകൾ മാത്രമുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ പകുതിയാണ് എന്ന് മനസ്സിലാക്കുക. എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റിയ 4 സബ്ജക്റ്റ് നന്നായി പഠിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിലേക്ക് വരാൻ പറ്റും. അതിന് നിങ്ങളെ എൻട്രി സഹായിക്കും. സോ CDPO ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് വരും ക്ലാസ്സുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.